ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഞാനീ പറയുന്ന ഒരു അത്ഭുത വരി വരാഹി ദേവിയുടെ ഞാനീ പറയുന്ന രീതിയിൽ ഉരുവിട്ടാൽ ഏതൊരാൾക്കും ജീവിതത്തിൽ അപാരമായ സമ്പത്തും എല്ലാ കാര്യങ്ങളിലും വിജയവും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ എല്ലാം തൊട്ടതെല്ലാം പൊന്നാക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിജയിക്കുകയും അപാരമായ വശ്യവും ശത്രുക്കൾ 7 അയൽപക്കത്ത് പോലും വരികയില്ല. അതാ വരാഹി ദേവിയുടെ ഒരു പ്രത്യേകത. മാത്രമല്ല അപാരമായ സമ്പത്തും ഐശ്വര്യവും ഒക്കെ അമ്മ തരും. അത്ഭുതകരമായ രീതിയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഏതും സാധിച്ചു തരും എന്നുള്ളതാണ്. ഒരു വരി, ഒരു 2, 3, 4 വരിയേ ഉള്ളൂ. പക്ഷെ അത് നമുക്ക് വളരെ എളുപ്പമായിട്ട് ജപിക്കാവുന്ന ഒരു വരി പോലെ ജപിക്കാവുന്ന മന്ത്രമാണ്. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മൾ ദിവസവും ഒരു 2, 3 മിനിറ്റ്, അല്ല 1 മിനിറ്റ് ആണെങ്കിൽ പോലും ഇത് ചെയ്താൽ അതിൻ്റെ ഫലമുണ്ടാകും. ഞാൻ അതിൻ്റെ രഹസ്യമായ ഒരു രീതിയുണ്ട് അത് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് ലോകത്തിൽ ആരും പറഞ്ഞുതരാത്ത ഒരു രീതിയാണ്. അത് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഞാനൊരു കാര്യം വെറുതെ പറയത്തില്ല എന്ന് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം. ഒരു പ്രത്യേക രീതിയിലാണ് ഇത് ജപിക്കുന്നത്. അതൊരു രഹസ്യ ടെക്നിക്കാണ്, ഒരു രഹസ്യമായ ഒരു ടെക്നിക്കാണ്. അത് ആ രീതി ജപിച്ചാൽ അത് ഫലമാണ്. 1 മിനിറ്റ് ജപിച്ചാൽ പോലും. അപ്പൊ നിത്യേന നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും അത് ജപിക്കാം. പിന്നെ അതിൻ്റെ എല്ലാ രഹസ്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അതായത് വലിയ രീതിയിലുള്ള സാമ്പത്തികമായ രാജയോഗവും അതോടൊപ്പം കുബേരൻ വരെ ഈ ഇത് ചെയ്യുന്ന ആളുടെ ദാസനായിട്ട് വരുമെന്നുള്ളതാണ്. അപ്പോൾ ഈ വരാഹി ദേവിയുടെ നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങൾ, രഹസ്യങ്ങൾ, മന്ത്രം ജപിക്കുമ്പോൾ ഒരു ടെക്നിക്ക് പ്രയോഗിക്കണം. അത് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതോടൊപ്പം ഈ വീഡിയോ ശരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം പറയാൻ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വീഡിയോയിൽ എന്തെല്ലാം കാര്യങ്ങൾ വേറെയും പറയാം. പക്ഷെ അതല്ല, ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണം. കാരണം എത്രയോ ആളുകളുടെ കൈരേഖ, ഗ്രഹനില, സംഖ്യാജ്യോതിഷം വർഷങ്ങളായിട്ട് എത്രയോ പതിനായിരക്കണക്കിന് ആളുകളുടെ ഞാൻ നോക്കുന്നു. അപ്പൊ എത്രയോ കുടുംബങ്ങൾ ഭാര്യ ഭർത്താവ് അകന്നു നിൽക്കുന്നു, ഡൈവോഴ്സ് ആകുന്നു, ഭാര്യ ഭർത്താവ് കലഹം ഉണ്ടാകുന്നു. അപ്പൊ ഞാൻ അതിന് ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു കൊടുത്ത് മാറ്റം ഉണ്ടായ ഒരു അനുഭവത്തിൽ നിന്ന്. അതുപോലെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൺകുട്ടിയാണേലും പെൺകുട്ടിയാണേലും ഞാൻ ഈ പറയുന്ന വിദ്യ ചെയ്താൽ നല്ലൊരു ജീവിതം ഉണ്ടാകും, ഒരു സംശയം വേണ്ട. ഇനി കല്യാണം കഴിച്ചവരാണേലും ദമ്പതികൾ തമ്മിൽ ഐക്യത്തിലാകാനും നല്ലൊരു ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ ഇത് ഉപകരിക്കും. അപ്പൊ ഞാൻ ചില നക്ഷത്രങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. ഇവര് ദാമ്പത്യ ഐക്യം ഉണ്ടാകുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എല്ലാ നക്ഷത്രക്കാരും ദാമ്പത്യ ഐക്യം ഉണ്ടാകാൻ ചൊല്ലേണ്ട ഒരു ലളിതമായ ഒരു രഹസ്യമായ ഒരു ദിവ്യ മന്ത്രവും അത് ചെയ്യേണ്ട ഒരു വിദ്യയും പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഈ മദ്യപാനം, ലഹരി, വഴക്ക് ഇതിലൊക്കെ അകപ്പെട്ടു പോകുന്ന വീട്ടിലെ മക്കളായിരിക്കാം, അല്ലെ ഭർത്താവായിരിക്കാം, ആരും ആയിക്കോട്ടെ, ആരെ നേർവഴിക്ക് കൊണ്ടുവരുന്ന ഒരു മഹാവിഷ്ണുവിന്റെ ഒരു രഹസ്യമായ എല്ലാ അനുഭവമുള്ള കാര്യങ്ങളാണ് ഒരു വിദ്യയും പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ മിക്കവാറും അവസാനമായിട്ടായിരിക്കും പറയുന്നത്. എന്തായാലും വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത്. ഇത് എനിക്ക് വേണ്ടിയല്ല ഞാൻ ഈ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്. എനിക്ക് വേറെ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ വേണേൽ പറയാം. ഞാൻ ഈ അത്ര ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ഇത് കാണാതെ എന്നോട് ഈ ചുമ്മാ ഓരോന്ന് എപ്പോഴും വാട്സപ്പിൽ ഈ പറഞ്ഞ കാര്യം തന്നെ ചോദിക്കരുത്. ഇപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യമായ എന്തെങ്കിലും ഒരു കാര്യം, ന്യായമായിട്ട് കാര്യം ഉണ്ടെങ്കിൽ ചുരുക്കി ചോദിക്കുക. എനിക്കറിയാവുന്ന എല്ലാവരും പറഞ്ഞു. പക്ഷെ ഞാനിപ്പം ദമ്പതികൾ തമ്മിൽ ഐക്യമുണ്ടാകാനും മക്കളൊന്നും മോശം വഴി പോകാതിരിക്കാനും ഭർത്താവ് ഒക്കെ മോശം കൂട്ടുകെട്ടുകളിലോ ഒന്നും പോകാതിരിക്കാനും ഒക്കെ വേണ്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് കാണണം. ഇത്രയും ഞാൻ സമയം ചെലവഴിച്ച് ഇത്രയും ആത്മാർത്ഥമായിട്ട് പറയുമ്പോൾ ഇത് കാണാതെ ഞാൻ തിരക്കിയിരിക്കുമ്പോൾ എളുപ്പമുണ്ടല്ലോ, എന്നോട് ചോദിച്ചാൽ മതിയല്ലോ. അങ്ങനെ ചോദിക്കരുത്. ന്യായമായിട്ട് ഏതൊരു കാര്യം ഞാൻ പറഞ്ഞുതരും. ഈ വീഡിയോ നിങ്ങൾ കാണണം. ഞാൻ വിശദമായിട്ടാണ് പറഞ്ഞു തരുന്നത്, അതുപോലെ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. ആവശ്യമുള്ളവർ ഇത് എഴുതി വെക്കണം. ഇത് നിങ്ങൾക്കും മറ്റുള്ളവർക്കും എല്ലാം പ്രയോജനം ചെയ്യും. ഏത് വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷനും സ്ത്രീയും ഞാൻ ഈ പറയുന്ന ഈ വിദ്യ ചെയ്യണം. അതുപോലെ തന്നെ തെറ്റായ കൂട്ടുകെട്ടുകളിൽ പോകുന്ന കുട്ടികളോ അല്ലെങ്കിൽ പിന്നെ ഭർത്താവോ ലഹരിക്ക് അടിമയോ അങ്ങനെയൊക്കെ ഉള്ളവർക്കും ഇതൊക്കെ ഈ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ചെയ്യാം. അപ്പൊ ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഞാൻ വീഡിയോയുടെ അവസാനമായിട്ടാണ് പറയുന്നത്. ആദ്യം വരാഹിയുടെ പറഞ്ഞുതരാം. അപ്പൊ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയുകയാണ്. നേരിട്ട് കൺസൾട്ടിങ് അല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യ, ജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക. ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, ഒരുപാട് മെസ്സേജാണ് വരുന്നത്. ഞാൻ പറ്റുന്നവർക്ക് റിപ്ലൈ തരും. ചെയ്യുന്ന രീതി ഞാൻ പറയും, എങ്ങനെ ചെയ്യുന്നു പറയും. അത് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാതെ ചെയ്യാതിരിക്കുക. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങൾ. പിന്നെ നമ്മൾ സ്വയം പ്രയത്നിക്കുകയും കൂടെ വേണം. ഇന്ന് ചെയ്താൽ നാളെ ഫലം ഉണ്ടാകുമെന്നൊന്നും വിചാരിക്കരുത്. ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും.
നമ്മുടെ പ്രയത്നം കൂടെ വേണം അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത, പിന്നെ ശരനൂൽ, രഹസ്യവിദ്യകൾ, അത് ലളിതമായ കാര്യങ്ങളെല്ലാം പറയുന്നു. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർക്ക് ചെയ്യാതിരിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ ചുരുക്കി ചെറിയൊരു വോയിസ് ആയിട്ട് ചോദിച്ചാൽ ഞാനത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട തീർച്ചയായിട്ടും പറഞ്ഞുതരും. എന്തായാലും ഞാൻ പറഞ്ഞുതരും കേട്ടോ. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സംശയമൊന്നും വേണ്ട. ചുരുക്കിയേ ചോദിക്കാവുള്ളൂ, ഒരു കാര്യമേ ചോദിക്കാവുള്ളൂ, അത്യാവശ്യമുള്ള ഒരു കാര്യം, നല്ല കാര്യം. എനിക്കറിയാം, നല്ല കാര്യം പറഞ്ഞുതരും. പിന്നെ ആർക്കൊണ്ടും പാര വെക്കുന്ന കാര്യമോ, ആരെയും ഉപദ്രവിക്കുന്ന കാര്യമോ, ഒരുത്തം നശിക്കാനുള്ള കാര്യമോ, പിന്നെ ഈ പ്രേമബന്ധങ്ങളുടെ കാര്യമൊന്നും ചോദിക്കരുത്. അതൊക്കെ നമ്മളോട് ചോദിച്ചിട്ട് അല്ല പ്രേമിക്കുന്നോ പ്രേമിക്കാത്തൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. പിന്നെ അതൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യുക. ഞാൻ അതിലൊന്നും അഭിപ്രായം പറയത്തില്ല. നിങ്ങൾക്ക് ന്യായമായിട്ടും ഉയർച്ച ഉണ്ടാകാൻ നിങ്ങൾ എത്ര പരിശ്രമിച്ചിട്ട് രക്ഷപ്പെടുന്നില്ല. അങ്ങനെയുള്ള ഉയർച്ചയ്ക്കുള്ള നല്ല രീതിയിലുള്ള ഉയർച്ചയ്ക്കുള്ള ഏതൊരു കാര്യം നിങ്ങൾ പ്രൈവസി ആയിട്ട് നിങ്ങൾ തീരുമാനം എടുക്കേണ്ട കാര്യങ്ങളൊന്നും ഞാൻ അഭിപ്രായം പറയത്തില്ല. അത് അവനവൻ്റെ ഇഷ്ടമാണ്. മനസ്സിലായില്ലേ? ആർക്കും ദോഷം വരുന്ന കാര്യവും പറഞ്ഞു തരത്തില്ല. നിങ്ങൾക്ക് ഉയർച്ചയ്ക്കുള്ള ന്യായമായ സത്യസന്ധമായ ഏതൊരു കാര്യം ചുരുക്കി ചെറിയൊരു വോയിസ് ആയിട്ട് ചോദിക്കാം. കഥ പറയേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് ചോദിച്ചാൽ ചുരുക്കി ചോദിക്കുക, വോയിസ് ആയിട്ട്. ഒരുപാട് എഴുതിയിടരുത്. അപ്പോൾ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട എനിക്കറിയാവുന്ന നല്ല കാര്യം പറഞ്ഞു തരും. അതിന് ഫീസോ കാര്യങ്ങളൊന്നുമില്ല. പറയുന്നത് ആത്മാർത്ഥമായിട്ടേ പറയത്തുള്ളൂ, നല്ല കാര്യങ്ങളായിരിക്കുമല്ല. ചെയ്യുന്നവർക്കൊക്കെ അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. ആവശ്യമുണ്ട് ഇടാം, അതിന് ഫീസൊന്നുമില്ല കേട്ടോ. പിന്നെ വിശകലനം ചെയ്യുന്നവർ നിശ്ചിത ഫീസുള്ളൂ, അത് ആവശ്യമുള്ളവർ ചെയ്യുക, ഇല്ലാത്തവർ ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ. ഞാൻ വിശദമായിട്ട് എല്ലാം പറഞ്ഞുതരാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഓം നർപ്പവി നർപ്പവി നർപ്പവി. ഓം ശരവണ ഭവ. വരാഹി ദേവിയുടെ അത്ഭുതകരമായ ഒരു മന്ത്രമാണ്, രഹസ്യ മന്ത്രമാണ്. ഇത് 4 വരി ഉണ്ടല്ലോ, സിമ്പിളാണ്. ഒറ്റ വരി പോലെ ജപിക്കാവുന്നുള്ളതേ ഉള്ളൂ. ഒരു വരി ജപിക്കുന്ന പോലെ ജപിക്കാവുന്ന ലളിതമായ മന്ത്രമാണ്. ഈ മന്ത്രം ജപിക്കുമ്പോൾ ഒരു രീതിയുണ്ട്. ആ രീതി ഒരു രഹസ്യവിദ്യയാണ്, ഒരു ടെക്നിക്ക് എന്ന് തന്നെ പറയാം. അത് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ജപിച്ചാൽ ഇത് ഫലമാകും. ഏതാഗ്രഹവും വരാഹി ദേവി സാധിച്ചു വരും. വരാഹി എന്നും രണ്ടും ശരി തന്നെയാണ് കേട്ടോ. ഏത് രീതി? വാരാഹി എന്ന് പറഞ്ഞാലും ശരിയാണ്, വരാഹി എന്ന് പറഞ്ഞാലും ശരിയാണ്. അപ്പം ഞാൻ ആ മന്ത്രം പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾ വരാഹി ദേവിയുടെ ചില രഹസ്യങ്ങളുടെ ഞാൻ പറയും, അത് കേട്ടിട്ട് നിങ്ങൾ ജപിക്കാവുള്ളൂ. പിന്നെ നമ്മുടെ ചില നാളുകാരുടെ കാര്യം, പിന്നെ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷനാണേലും സ്ത്രീ ആണേലും കല്യാണം കഴിഞ്ഞവരാണേലും ചൊല്ലേണ്ട ഒരു രഹസ്യ മന്ത്രം, അത് ചെല്ലേണ്ട രീതി, അതെന്നും അവരുടെ ജീവിതം നല്ലതായിട്ട് പോകും. അപ്പം എനിക്ക് അതുകൊണ്ട് എന്നാ ഗുണമെന്ന് ചോദിച്ചാൽ, നമ്മൾ ആ ലോക നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണ്. നമുക്ക് ആ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന നമ്മൾ എന്തൊരു കാര്യത്തിന് വേണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ്. നമുക്കൊരു സന്തോഷം, എല്ലാവരും സന്തോഷമായിട്ട് പോകുമ്പോൾ, അല്ലാതെ വേറൊന്നിനും വേണ്ടിയല്ല. കാരണം ഒരുപാട് കുടുംബങ്ങൾ തകരുന്നുണ്ട്. അതുകൊണ്ടാണ്, അത് പാടില്ല. അതിനുവേണ്ടി കുടുംബങ്ങൾ തകരുമ്പം ഭാര്യയും ഭർത്താവും 2 വ്യക്തികൾ മാത്രമല്ല, അവരുടെ മനസ്സ് മാത്രമല്ല വിഷമിക്കുന്നത്, അവർ മാത്രമല്ല തകരുന്നത്. ഒരു ഭാര്യയും ഭർത്താവും 2 ആകുമ്പോഴോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴോ തകരുന്നത് ശരിക്കും പറഞ്ഞാൽ കുട്ടികളാണ്. അവരെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, അവരുടെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഒരു കുടുംബം തകരരുതെന്ന് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ കേട്ടോ. പിന്നെ മോശം വഴിയിൽ തെറ്റായ കൂട്ടുകെട്ട്, മദ്യപാന, ലഹരി അങ്ങനെ പോകുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വിദ്യയും പറയുന്നുണ്ട്. അവസാനം മുഴുവൻ കാണുക. അപ്പം വരാഹി ദേവിയുടെ മന്ത്രം ഞാൻ പറഞ്ഞു തരാം. ഈ മന്ത്രം വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ എഴുതിയിടും, അത് നോക്കിയേ ജപിക്കാവൂ കേട്ടോ. കാരണം ഈ പറയുമ്പോൾ മനുഷ്യനെ ചിലപ്പോൾ തെറ്റു വരാം, അതുകൊണ്ടാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടും. എഴുതിയിടുന്ന നോക്കിയിട്ട് നിങ്ങൾ ജപിക്കാവുള്ളൂ. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടുന്നുണ്ട്. എങ്കിലും ഞാൻ മന്ത്രം ഒന്ന് ജപിക്കാം. ഓം ഹ്രീം. ഹ്രീം എന്നുള്ള ഹായ, കാ ജപിക്കരുത് കേട്ടോ. ഒരു ഹ്രീമേ ഉള്ളൂ. ഒന്നുകൂടെ പറയാം. ഓം ഹ്രീം വരാഹി കാര്യസിദ്ധി കുരു സ്വാഹ. ഇത് 2 വരിയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. 2 വരിയേ ഉള്ളൂ മന്ത്രം. ഒറ്റ വരി പോലെ ജപിക്കാം, ഒറ്റ വരിയായിട്ട് അങ്ങ് ജപിക്കാം, കുഴപ്പമൊന്നുമില്ല. ഓം ഒറ്റ വരിയാന്ന് ചിന്തിച്ച് ഒറ്റ വരി പോലെ ജപിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഓം ഹ്രീം വരാഹി കാര്യസിദ്ധി കുരു സ്വാഹ. ഈ മന്ത്രത്തിന് അത്ഭുത ശക്തി ഉണ്ടോ? അതെന്താ ഈ മന്ത്രത്തിന് അത്ഭുത ശക്തി ഉണ്ടെന്ന് പറയാൻ കാര്യം? മന്ത്രത്തെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം, അല്ലാത്തവർക്കോട്ട് അറിയത്തുമില്ല. നിങ്ങളിപ്പോൾ മന്ത്രത്തെക്കുറിച്ച് അറിയുമൊന്നും വേണ്ട, നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കിയാൽ മതി. എങ്കിലും നിങ്ങളുടെ അറിവിനോട് ഞാൻ പറഞ്ഞുതരാം. ഈ ഹ്രീം എന്ന ബീജം വരുന്ന ശക്തി ബീജമാണ്, ഭുവനേശ്വരി ബീജമാണ്. ഹ്രീമിൻ്റെ ഉള്ളിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് കേട്ടോ. അത് ഈ യോഗീശ്വരന്മാരെ, മഹർഷിമാരെ, ആധ്യാത്മിക വഴിയിലുള്ളവരൊക്കെ ഫോളോ ചെയ്യുന്ന കാര്യമാണ്. അപ്പം ഞങ്ങളൊക്കെ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ അതൊന്നും അറിയണ്ട, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അറിവ് ഞാൻ തരാം. ഹ്രീം എന്ന ശക്തി ബീജം അല്ലെ ഭുവനേശ്വരി ബീജം ഏതൊരു മന്ത്രത്തിൻ്റെയും ഓം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ മന്ത്രത്തിന് പ്രത്യേക ശക്തിയുണ്ട്. ആ മന്ത്രം പവർഫുൾ ആണ്.
യാതൊരു സംശയവും വേണ്ട. അപ്പൊ ഇവിടെ വരാഹിയെ വിളിക്കുന്നത് ഹ്രീം ചേർത്ത, അതിനോളം ശക്തി വേറെ ഇല്ല. ഓം ഹ്രീം വരാഹി. കാര്യസിദ്ധി. കാര്യസിദ്ധി എന്ന് പറയുന്നിടത്ത് എല്ലാം വരാം. വിവാഹകാര്യം വരാം, പ്രമോഷന്റെ കാര്യം വരാം, ലോൺ കിട്ടുന്ന കാര്യം വരാം, വിദേശവാസം വരാം, പണം വരാം, പണം ഉണ്ടാകാൻ വരാം, ലോണിന്റെ ലോൺ ഒക്കെ കിട്ടാൻ തടസ്സം ഉണ്ടേ വരാം, സാമ്പത്തിക ഉയർച്ച വരാം. എന്തും നമ്മുടെ കാര്യങ്ങൾ ഏത് കാര്യവും സാധിച്ചു കിട്ടുന്നതിനാണ് ഈ കാര്യസിദ്ധി. അവിടെ ഏത് കാര്യങ്ങൾ വേണേലും മനസ്സിൽ ചിന്തിക്കാം. കാര്യസിദ്ധി. കുരു എന്ന് വെച്ചാൽ പെട്ടെന്ന് എനിക്ക് സ്വാഹ, പെട്ടെന്ന് എനിക്ക് അത് കാര്യസിദ്ധി നടത്തി തരണേ അമ്മ എന്നാണ് പ്രാർത്ഥിക്കുന്ന വരാഹി ദേവിയെ. അപ്പൊ ഈ മന്ത്രം നിങ്ങൾ ജപിക്കുന്നതിന് ഒരു രഹസ്യ ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ മന്ത്രം നിങ്ങൾ എപ്പം വേണേലും ജപിക്കാം, അതിനകത്തൊന്നും കുഴപ്പമില്ല. പക്ഷേ രാവിലെ സൂര്യോദയത്തിന് മുമ്പും വൈകിട്ട് സൂര്യ അസ്തമനത്തിന് ശേഷവും ജപിച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എപ്പം വേണേലും ജപിച്ചാലും ഫലം കിട്ടും. ഞാനീ പറയുന്ന ടെക്നിക്ക് ഉപയോഗിക്കുക. എന്താണെന്നറിയോ? ഈ മന്ത്രം നമ്മൾ ആദ്യം വാ കൊണ്ട് ഒരു തവണ ജപിക്കുക. വാ കൊണ്ട് ജപിക്കുക, കണ്ണ് തുറന്നുകൊണ്ട്. അത് കിഴക്കോട്ടോ വടക്കോട്ടോ ഏത് ദിക്കിലോട്ട് വേണം നോക്കിയത് ജപിക്കുക. ഇനിയിപ്പം കിഴക്ക് വടക്കാണെങ്കിൽ കൂടുതൽ നല്ലത്. ഈ രണ്ട് ദിക്കിലേക്ക് നോക്കി ഇതിലേതെങ്കിലും ഒരു ദിക്കിലേക്ക് നോക്കിയത് ജപിക്കാം. ഈ മന്ത്രം വാ കൊണ്ട് ഒരു തവണ നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ജപിക്കുക. അതിനുശേഷം കണ്ണടച്ചിട്ട് മനസ്സിൽ ജപിക്കണം. മനസ്സിൽ നമ്മൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡേ ഉള്ളൂ എന്ന് ഓർക്കുക. 1 സെക്കൻഡ് വേണ്ടി ഈ സമയമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ, 1 സെക്കൻഡ്. 60 സെക്കൻഡേ ഉള്ളൂ. 1 മിനിറ്റ് സമയമൊന്നും നോക്കണ്ട, ഒരല്പസമയം നിങ്ങൾ മനസ്സ് ജപിക്കുക. മനസ്സ് ജപിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളില് ഒരു വെള്ളപ്രകാശം നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ, നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ഒരു വെള്ളപ്രകാശം ഇങ്ങനെ സങ്കല്പിച്ച് ഈ മന്ത്രം മനസ്സിൽ ജപിക്കുക. ശ്രദ്ധിച്ച് കേട്ടോണം. ഈ മന്ത്രം നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ, നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ഒരു വെള്ളപ്രകാശം ഇങ്ങനെ പടരുന്ന ഒരു വെള്ളപ്രകാശം വെള്ളപ്രകാശം സങ്കല്പിക്കുക. അത് ഉള്ളിൽ സങ്കല്പിച്ച് കണ്ണടച്ചു മനസ്സിൽ ഈ മന്ത്രം 1 മിനിറ്റ് ജപിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നടക്കേണ്ടത് അത് നടക്കുന്നതായിട്ട് സങ്കല്പിച്ച്, അത് നടക്കുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. ഇപ്പൊ എനിക്ക് ഒരു ലോൺ കിട്ടണം. അപ്പൊ ലോൺ കിട്ടിക്കഴിയുമ്പോൾ കിട്ടിക്കഴിയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആ അവസ്ഥ ഇപ്പം അനുഭവിക്കണം. അതായത് ലോൺ ഇപ്പൊ ഉദാഹരണം പറഞ്ഞു, എനിക്കിപ്പോൾ ലോൺ കിട്ടണം. ലോൺ ഒരു അത്യാവശ്യമാണ്, എനിക്കിപ്പോൾ പെര വെക്കാൻ ലോൺ വേണം. ലോൺ എല്ലാം സാങ്ഷൻ ആയി എൻ്റെ അക്കൗണ്ടിൽ വന്നു. അപ്പോൾ ഒരു സന്തോഷമില്ലേ, ആ സന്തോഷം ഇപ്പോൾ അനുഭവിക്കണം. അതൊരു ഉദാഹരണമാണ് പറഞ്ഞത്. ഇതുപോലെ ഏത് കാര്യത്തിനും നിങ്ങൾക്കിപ്പം സാമ്പത്തികം നന്നായിട്ട് വരുന്നതായിട്ട് ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് സാമ്പത്തികം കിട്ടി, അല്ലെ നിങ്ങൾക്ക് പുതിയൊരു ജോലി കിട്ടി, അല്ലെ നിങ്ങൾക്ക് വരുമാനം വർദ്ധിച്ചു, അല്ലെ നിങ്ങളുടെ ഏത് കാര്യം നടന്നു കഴിയുമ്പോഴുണ്ടാകുന്ന ആ സന്തോഷം വരുന്ന പോലെ മനസ്സിൽ അത് നടന്നതായിട്ട് ചിന്തിക്കുക. അതൊരു 1 മിനിറ്റ് ചിന്തിക്കുക. കൂടിയാലോ കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല. മനസ്സിൽ അത് നടന്നതായിട്ട് തന്നെ മനസ്സിൽ കണ്ട് സന്തോഷിക്കുക. നടന്നതായിട്ട് തന്നെ ചിന്തിക്കുക. 1 മിനിറ്റ് ചെയ്യുക. ഇങ്ങനെ 2 മിനിറ്റ് ഇത് നിങ്ങൾ ഏത് സമയം വേണേലും ചെയ്യാം. നിത്യേന ചെയ്യുക. അത്ഭുതകരമായ, ശരിയായിട്ട് ചെയ്താൽ നിങ്ങൾക്കത് റിസൾട്ടാണ്. മാത്രമല്ല അപാരമായ വിശ്വാസത്തോടെ ചെയ്യണം. ചെയ്തു കഴിഞ്ഞ ഉടനെ ഇതേക്കുറിച്ച് ചിന്തിക്കരുത്. എങ്ങനെയെന്നുള്ള ചിന്തിക്കരുത്. അവിടെ ലോജിക്കായി പോകും. എങ്ങനെയെന്ന് ചിന്തിക്കുക, അത് ലോജിക്കാം. അത് നമ്മുടെ അനലറ്റിക് മൈൻഡിൽ കിടന്ന് ഇങ്ങനെ വിശകലനം ചെയ്യും. സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകത്തില്ല. എങ്ങനെയെന്ന് ചിന്തിക്കേണ്ട. നമ്മൾ അനന്തമായ ഒരു ശക്തി വിശ്വസിക്കുകയാണെങ്കിൽ അവിടെ എങ്ങനെയെന്ന് ചോദ്യമില്ല. ആ വിദ്യ ചെയ്തു കഴിഞ്ഞ് പിന്നെ അതേക്കുറിച്ച് പിന്നെ ഉടനെ ചിന്തിക്കരുത്. അതെന്നാലേ പ്രപഞ്ചബോധമായിട്ട് കണക്ട് ആകത്തുള്ളൂ. നിത്യേന ഏതെങ്കിലും ഒരു സമയം ചെയ്യുക. രാവിലെ സൂര്യോദയം ഏകദേശം 6:30 എന്ന് വിചാരിച്ചു, അതിന് മുമ്പ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ സൂര്യ അസ്തമനത്തിന് ശേഷം വൈകിട്ട് 6:30 ശേഷവും ഉറങ്ങുന്നതിന് മുമ്പ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഇത് നിങ്ങൾക്ക് മനഃശുദ്ധി മാത്രം മതി. ഇതിന് മറ്റ് ചര്യാനിഷ്ഠ ഒന്നും ആവശ്യമില്ല. മനഃശുദ്ധി മാത്രം മതി. നിങ്ങൾക്ക് പിന്നെ ഇത് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇടയ്ക്ക് ചെയ്യാം. ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ, റോഡിൽ കൂടെ നടക്കുമ്പോഴോ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കോ വണ്ടി ഓടിക്കുമ്പോഴോ ചെയ്ത് ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും സ്വസ്ഥമായ ഒരു മുറി ഇരിക്കുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യാം. അപാരമായ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും. ഈ മന്ത്രത്തിന് അത്ഭുത ശക്തി ഉണ്ട്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇനിയും ഈ വരാഹി ദേവിയുടെ എന്തുകൊണ്ടാണ് വരാഹി ദേവിയുടെ ഈ വിദ്യ നിങ്ങൾക്ക് പറഞ്ഞു തന്ന? വരാഹി ദേവി ക്ഷിപ്രപ്രസാദിനിയാണ്. പെട്ടെന്ന് അനുഗ്രഹിക്കും. എന്ന് വെച്ചാൽ പെട്ടെന്നാണ് ഫലം. എന്ന് വെച്ചാൽ നിങ്ങൾ ദിവസവും ചെയ്യണം. ചിലർക്ക് പെട്ടെന്ന് ഫലം കിട്ടും, ചിലർക്ക് ചിലപ്പം കുറച്ച് ചെയ്യേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത് എന്തുമാത്രം ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും, അല്ലെ എത്രമാത്രം ശരിയായിട്ട് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും അതിന്റെ ഫലം വരുന്നത്.
പറഞ്ഞാൽ മനസ്സിലായി. നിങ്ങൾ എത്ര ഉൾക്കൊണ്ട് അത് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും നിങ്ങൾക്കത് ഫലം വരുന്നത്. അങ്ങനെ ഉൾക്കൊണ്ട് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ഫലം വരും, അല്ലാത്തവരും ചിലപ്പോൾ കുറച്ച് താമസിച്ചെന്നിരിക്കുക. പക്ഷെ എന്നാലും ദിവസവും ചെയ്യുക. ക്ഷിപ്രപ്രസാദിനിയാണ്. ഇത് അപാരമായ വശ്യം. നിങ്ങൾ ചെയ്ത് നോക്കി, ഇത് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളെ അന്ന് വരെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ പരിചയമില്ലാത്തവർ പോലും ചിലപ്പം ചിരിച്ചു കാണിക്കും, അല്ലെ നിങ്ങളെ മിണ്ടാത്തവർ പോലും ഇങ്ങോട്ട് കയറി മിണ്ടും. അപാരമായ വശ്യമാണ്. അപ്പം തന്നെ നിങ്ങൾ വിചാരിച്ചോണെങ്കിൽ മന്ത്രം വർക്കൗട്ട് ആകാൻ തുടങ്ങി എന്ന് വിചാരിച്ചു. പക്ഷെ ഇത് പറയരുത്, ഇതിനെക്കുറിച്ച് ആരും പറഞ്ഞുകൊണ്ട് നടക്കരുത്, മിണ്ടുകയും ചെയ്യരുത്. ഇതിനൊക്കെ ഇങ്ങനെ ചില രഹസ്യങ്ങളുണ്ട്. അല്ല ഞാൻ ഈ മന്ത്രം ജപിച്ചു എനിക്ക്, പക്ഷെ ഒരു ഗുരുസ്ഥാനത്ത് നിന്നുള്ള എന്നോട് വേണേൽ അനുഭവം പറയാം, കാരണം ഞാനാ ഇത് പറഞ്ഞു തന്നു. വേറെ ആരോടും ഒരു അനുഭവം പറയണ്ട, നിങ്ങളുടെ മനസ്സിൽ ഇതങ്ങ് ചെയ്താൽ മതി. മനസ്സിലായോ? മനസ്സടക്കം വേണം, എങ്കിലേ ഇങ്ങനെയുള്ള വിദ്യകൾ ഫലിക്കത്തുള്ളൂ. അപ്പൊ പിന്നെ അമ്മയുടെ ഒരു വരാഹിദേവിയുടെ ഒരു പ്രത്യേക സംരക്ഷിക്കും, ഏത് ആപത്തുകളിൽ നിന്ന് സംരക്ഷിക്കും. ഇപ്പൊ ചിലരൊക്കെ പെട്ടെന്ന് ഈ പെടുമരണങ്ങളെ, അപകട മരണങ്ങളെ അശ്രദ്ധ കൊണ്ടൊക്കെ ഉണ്ടാകത്തില്ലേ, നമുക്ക് എന്തെങ്കിലും നിവൃത്തിയുണ്ട് അമ്മ നിങ്ങളെ സംരക്ഷിക്കും. അപകടങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, മോശം കൂട്ടുകെട്ടുകളിൽ നിന്ന്. തെറ്റായ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്നാണെന്നറിയോ? ചില ഫ്രോഡുകൾ ഇങ്ങോട്ട് നമ്മളോട് കൂട്ടുകൂടിക്കൊണ്ട് വരും. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അപകടം. ഫ്രോഡുകൾ ഇങ്ങോട്ട് ചിലപ്പം കൂട്ടുകൂടിക്കൊണ്ട് വരുന്ന, അവരെ ഏത് അയൽവക്കത്ത് വരത്തില്ല, അവർക്കൊക്കെ പണി കിട്ടും. എന്ന് വെച്ചാൽ അവരെയൊക്കെ അമ്മ ഓടിക്കും. സംരക്ഷണം. പിന്നെ ശത്രുദോഷങ്ങൾ ഏത് അയൽപക്കത്ത് വരത്തില്ല. ശത്രുക്കൾ എന്ത് വേണേലും ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല, അമ്മ അടുപ്പിക്കത്തില്ല. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? പിന്നെ എന്ത് തടസ്സങ്ങളെ അമ്മ നീക്കി തരും. അമ്മയ്ക്ക് മുന്നിൽ ഒരു തടസ്സങ്ങളും ഇല്ല. അത് എന്തുകൊണ്ടാണെന്നറിയോ? വരാഹി ദേവി എന്ന് പറഞ്ഞാൽ, ഞാൻ വരാഹി എന്ന് പറയുന്നത് വാരാഹി എന്ന് പറഞ്ഞാലും ശരിയാണ്. വരാഹി ദേവി എന്ന് പറഞ്ഞാൽ സപ്തമാതൃക്കളിൽ അഞ്ചാമത്തേതാണ്. അതുകൊണ്ടാണ് പഞ്ചമി എന്നറിയപ്പെടുന്നത്. പഞ്ചമി എന്ന് അറിയപ്പെടുന്നത്. മാത്രമല്ല ഈ പരമോന്നത ദേവിയായ ലളിതാ ത്രിപുര സുന്ദരിയുടെ സർവ സൈന്യാധിപ കൂടിയാണ് വരാഹി ദേവി. അതുകൊണ്ട് ശത്രുദോഷങ്ങൾ ഏഴ് അയൽവക്കത്ത് വരത്തില്ല. മാത്രമല്ല തടസ്സങ്ങളെല്ലാം മാറ്റിത്തരും. അമ്മയ്ക്ക് മുന്നേ ഒരു തടസ്സങ്ങളുമില്ല. അമ്മ ശക്തി സ്വരൂപിണിയാണ്. ആരുടെയാണ്? വരാഹമൂർത്തിയുടെ ശക്തി സ്വരൂപിണിയാണ് വരാഹി ദേവി. മനസ്സിലായി? വിഷ്ണുവിന്റെ അവതാരമായ വരാഹമൂർത്തിയുടെ ശക്തി സ്വരൂപിണിയാണ് വരാഹി ദേവി. പവർ കൂടല. ദേവി ഭാവങ്ങൾക്ക് ശക്തി കൂടല വരാഹി ദേവി, കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയുടെ അടുത്ത് ആരുടെ ഒരു പണി നടക്കത്തില്ല. നിങ്ങൾക്ക് സംരക്ഷണമായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തി തരും. നിങ്ങളുടെ ഏത് ആഗ്രഹം അമ്മ സാധിച്ചു തരും. ഇത് നിത്യേന മനഃശുദ്ധിയോടെ ചെയ്യണം. നിത്യേന ഒരു ദിവസം തന്നെ പലതവണ ചെയ്യാം. സൗകര്യമായിട്ടൊരു മുറി ഇരുന്നൊക്കെ ചെയ്യാവുള്ളൂ, അല്ലാതെ നടന്നുകൊണ്ടേ ഇരുന്നോണ്ടൊന്നും ചെയ്യരുത്. ഇത് ഏതൊരാളുടെ ജീവിതം മാറ്റിമറിക്കും ശരിയായിട്ട് ചെയ്ത്. കാരണം ഈ മന്ത്രം അത്ഭുതകരമായ ശക്തിയുള്ള ഒരു മന്ത്രമാണ്. അമ്മയ്ക്ക് 8 കൈകളോടുകൂടിയാണ് അമ്മയെ സങ്കല്പിക്കുന്നത്. ഈ കൈകളിലൊക്കെ ശംഖ, ചക്രം, കലപ്പ, വാള്, പാശം ഇതൊക്കെ ഉണ്ട്. പല ഇങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്. അമ്മയുടെ ഫോട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാം. കണ്ടല്ലോ, ഇതാണ് വരാഹി ദേവി. ഈ ഫോട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ വെക്കാം, വെച്ചില്ലേലും ഈ വിദ്യ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അമ്മയുടെ ഫോട്ടോ കാണിച്ചതേ ഉള്ളൂ, വരാഹി ദേവിയുടെ. അപ്പോൾ ഈ അമ്മയെ വിളിക്കുന്നതിനുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഭയം മാറും. നമ്മുടെ ഭയം എന്നേക്കുമായി മാറും. ഈ ഭയമാണ് ഏറ്റവും വലിയ പ്രശ്നം. എത്ര വലിയ സമ്പത്തുള്ളവനോ ഇല്ലാത്തവനോ എന്തോ ആയിക്കോട്ടെ, ഭയം ഉള്ളിലുണ്ട് അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു പ്രശ്നങ്ങളാണ്. ഭയം മാറിക്കിട്ടും. പിന്നെ അതുപോലെ മാത്രമല്ല, സമൂഹത്തിൽ നമുക്ക് മാന്യമായ സ്ഥാനങ്ങൾ, അംഗീകാരങ്ങൾ, ബഹുമതികൾ ഇതൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. ദൃഷ്ടിദോഷം ഏക്കത്തില്ല. കല്ലുകൊണ്ട് ഏറ് കൊണ്ടാലും കണ്ണുകൊണ്ട് ഏറ് കൊള്ളരുതെന്ന്. ദൃഷ്ടിദോഷം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ദൃഷ്ടിദോഷം ഏക്കത്തില്ല അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ. ഈ വലിയ ബിസിനസ്സുകാരൊക്കെ പെട്ടെന്ന് തകരുന്നു. അത് പലതരത്തിലും ഇതുപോലുള്ള ചില ദൃഷ്ടിദോഷങ്ങളെ, ശാപദോഷങ്ങളെ, പല കാര്യങ്ങൾ അതിന് പുറകിൽ കാണും. അപ്പൊ ഈ ദൃഷ്ടിദോഷം ഏക്കത്തില്ല. പിന്നെ ദുരാത്മാക്കളിൽ നിന്ന് ഒരു ഉപദ്രവവും നമുക്ക് ഉണ്ടാകത്തില്ല. അതായത് ദുരാത്മാക്കളില് ഈ പ്രേത ശല്യങ്ങളൊക്കെ, ദുരാത്മാക്കള് അവരിൽ നിന്ന് ഒരു ശല്യം ഉണ്ടാകത്തില്ല. പലയിടത്തും ഈ വെള്ളത്തിൽ പോയി മരിച്ച ആത്മാക്കളുണ്ട്, അല്ലെങ്കിൽ മരത്തെ തൂങ്ങിയ ആത്മാക്കളുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും ദുർമരണങ്ങൾ നടന്ന സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ദുരാത്മാക്കളിൽ നിന്ന് ഒരു ശല്യവും നമുക്ക് ഉണ്ടാകത്തില്ല. അതേത് നെഗറ്റീവ് എനർജി ആയിക്കോട്ടെ, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അപ്പൊ നെഗറ്റീവ് എനർജികളിൽ എന്ന് വെച്ചാൽ നിങ്ങൾ വേറെ
അതിൻ്റെ തെറ്റായ വഴികളിൽ നിന്നും പോകരുത്. ഈ അമ്മയെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദുരാത്മാക്കളിൽ നിന്ന് ഒരു ആപത്തും ഉണ്ടാകത്തില്ല. ചില വീടുകളിൽ എപ്പോഴും കലഹമായിരിക്കും. അപ്പൊ ആ വീട്ടിൽ നമ്മൾ തന്നെ പറയും ഇവിടെ എന്തോ ഒരു ഇതുണ്ടെന്ന് പറയും. ഇങ്ങനെ ഉള്ളിടത്തൊക്കെ ഈ അമ്മയെ വിളിച്ചാൽ മതി, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഒരു ദുരാത്മാക്കളിൽ നിന്നും നമുക്ക് ആ വീട്ടിലുള്ള ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അമ്മയെ ഈ മന്ത്രം ജപിച്ചാൽ മതി. പിന്നെ ആരൊക്കെ നമുക്കെതിരെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി, ഗൂഢവിദ്യകള് പല വിദ്യകളും ഒക്കെ ചെയ്യുന്നു, ഒന്നും നമുക്ക് ഏക്കത്തില്ല. വരാഹിദേവിയെ വിളിച്ചു കഴിഞ്ഞാൽ അപകടങ്ങൾ നമുക്ക് ഒരു നിവൃത്തി കൊണ്ട് അമ്മ ഒരു അപകടവും നമുക്ക് ഉണ്ടാക്കിക്കത്തില്ല. അപകടങ്ങൾ നമ്മുടെ ചിലപ്പോൾ അശ്രദ്ധ ഉണ്ടെങ്കിൽ പോലും അമ്മ അതിൽ നല്ല നമ്മളെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ്. പിന്നെ അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ശക്തിക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മനഃശുദ്ധിയോടുകൂടി ചെയ്യണം. ഇത് നിങ്ങൾ നിത്യേന ചെയ്യുക. ഇതിന് പ്രത്യേക ശുദ്ധി അശുദ്ധി ഒന്നുമില്ല, മനഃശുദ്ധി മതി കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന ചില നക്ഷത്രക്കാരെ കുറിച്ചാണ്. ഈ നക്ഷത്രക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ആ നക്ഷത്രക്കാരെ പറഞ്ഞിട്ട് പിന്നെ എല്ലാ നക്ഷത്രക്കാർക്കും അതിന് പരിഹാരമായിട്ട് ചെയ്യാവുന്ന വിദ്യ പറഞ്ഞുതരാം. ഈ മകൻ നക്ഷത്രക്കാർ പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ചിലർക്ക് കുറേ നാളൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകും. അത് കഴിയുമ്പോൾ ചിലപ്പം ഒരു ദാമ്പത്യ ജീവിതത്തിൽ അകൽച്ച, ഒരു വീട്ടിൽ കഴിഞ്ഞാൽ പോലും രണ്ടായിട്ട് കഴിയുന്ന പോലെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഉണ്ടാകും. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല, ചിലർക്കെങ്കിലും അത് ആവർത്തിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് മകൻ നക്ഷത്രക്കാർ അഡ്ജസ്റ്റബിൾ ആയിട്ട് പോകണം. അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ട് പോകണം. പിന്നെ ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. അങ്ങനെ നല്ലതായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. നല്ലതായിട്ട് ജീവിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നത്. പൂരാട നക്ഷത്രക്കാര് ദാമ്പത്യ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ മതി അകന്ന് നിൽക്കുക, പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ പൂരാട നാളുകാർക്ക് ഇച്ചിരി ഒരു പിടിവാശി ചിലപ്പം കാണും. അപ്പോൾ അതൊന്ന് കോംപ്രമൈസ് ചെയ്ത് പോവുക, ഒരു കുഴപ്പമില്ല, നല്ലതായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ ഈശ്വരാധീനത്തിന് വേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. പൂര നക്ഷത്രക്കാര് അവർക്ക് പലപ്പോഴും ദാമ്പത്യമായിട്ടൊരു അകലച്ച, ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ്. പക്ഷെ എന്നിരുന്നാൽ തന്നെ ഈശ്വരാധീനം ഉണ്ടെങ്കിൽ നല്ല സന്തോഷമായിട്ട് പോകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. നമ്മുടെ തന്നെ ഫോളോവേഴ്സും നമ്മൾ നോക്കുന്നവരൊക്കെ ഉണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പൊ അതിനുള്ള ചില മന്ത്രങ്ങളൂടെ ഞാൻ പറഞ്ഞുതരാം. മകേര നക്ഷത്രക്കാർ ഇവരുടെയും ദാമ്പത്യ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കണം. ഏതെങ്കിലും രീതിയിലൊരു ദാമ്പത്യമായ അകലിച്ച, ദാമ്പത്യ അനുഭവങ്ങൾക്ക് തടസ്സം, ഇതൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. ഇപ്പം നല്ലതായിട്ട് ജീവിക്കുന്നവരും ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അതിനൊക്കെ ഒരു പരിഹാരം പറഞ്ഞുതരാം. ഈ 27 നക്ഷത്രക്കാർക്ക് ഞാൻ ഈ പറയുന്ന പരിഹാരം ചെയ്യുക. അവര് ഒരു ദേവിയുടെ ഫോട്ടോ വെക്കുക. നിങ്ങൾ അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിലെ ഒരു ദേവിയുടെ ഫോട്ടോ വെക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ഏതെങ്കിലും അങ്ങനെയുള്ള ദേവിമാരുടെ ഒരു ഫോട്ടോ വെക്കുക. ഒന്നുകിൽ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിലെ ഒരു ദേവിയുടെ, ഇപ്പം എൻ്റെ അടുത്ത് പുത്തങ്കാവ്, പായിപ്പാട് പുത്തങ്കാലമ്മ അമ്മയുടെ ഫോട്ടോ ഞങ്ങളുടെ എല്ലാം വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഇനി നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ദേവിയുടെ ഫോട്ടോ വെക്കുക. അത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ദേവിയുടെയോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ദേവിയുടെ ഫോട്ടോ നിങ്ങൾ വാങ്ങി വെക്കുക. വെച്ചിട്ട് മിക്ക വീടുകളിലും കാണും അവരുടെ ക്ഷേത്രത്തിന് അടുത്തുള്ള ആ ദേവീ ക്ഷേത്രത്തിലെ ഒരു ഫോട്ടോ കാണും മിക്ക വീടുകളിലും. അതിന് പവർഫുൾ ആകട്ടോ. അടുത്തുള്ള ദേവിയുടെ ഫോട്ടോയോ അല്ല കുടുംബദേവിയുടെ ഫോട്ടോയോ, രണ്ടിലേതെങ്കിലും ഭയങ്കര പവർഫുൾ ആണ്. അതിൻ്റെ അകത്ത് രഹസ്യം. അത് വെച്ചിട്ട് നിങ്ങൾ രാവിലെ ഒരു തട്ടത്തിൽ കർപ്പൂരം കത്തിച്ചിട്ട്, അത് പച്ചക്കർപ്പൂരമാണെങ്കിൽ നല്ലതാണ്, ഇല്ലേ സാധാ കർപ്പൂരമാണേലും മതി. പച്ചക്കർപ്പൂരമാണെങ്കിൽ പച്ചമരുന്നുകളെ പോയാൽ നമുക്ക് വാങ്ങിച്ചാൽ കിട്ടും. അത് പിന്നെ ഒരു ചെറുതായിട്ട് ഒടിച്ച് കത്തിച്ചാലും മതി, മനസ്സിലായില്ല. അല്ലെ സാധാ കർപ്പൂരമാണേലും മതി, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ഈ മന്ത്രം ജപിക്കണം. ലളിതേ സുഭഗേ സുഖ സൗഭാഗ്യദായിനി അനന്തം ദേഹി സൗഭാഗ്യം മഹ്യം തുഭ്യം നമോ നമ. ഈ മന്ത്രം ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടാം. ഈ മന്ത്രം 1 തവണയോ 3 തവണയോ ജപിച്ച് ദേവിയോട് ദീർഘമാംഗല്യം ആവശ്യപ്പെടണം. അത് കല്യാണം കഴിച്ചവർക്കും ചെയ്യാം, കല്യാണം കഴിക്കാൻ പോകുന്നവർക്കും ചെയ്യാം, സ്ത്രീക്കും ചെയ്യാം, പുരുഷനും ചെയ്യാം. ഇനി പുരുഷനാണെങ്കിൽ ഇത് പ്രാർത്ഥിച്ചിട്ട് വീണ്ടും ഒരു അല്പം കുങ്കുമം എടുത്ത് ഈ മന്ത്രം ജപിച്ച് ഇങ്ങനെ ഒരു വട്ടപ്പൊട്ട് തൊടുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ തൂത്ത് കളഞ്ഞു. സ്ത്രീകളാണെങ്കിൽ അത് നെറ്റിയില്ല, പുരുഷൻ ഇവിടെ തൊട്ടാൽ മതി. സ്ത്രീകളാണെങ്കിൽ ഒരു ചില കുങ്കുമം എടുത്ത് ഈ മന്ത്രം 1 തവണ ജപിച്ച് അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് സ്ത്രീകളുടെ തന്നെ ഈ ഭാഗം കണ്ടാണല്ലോ അവിടെ തൊടുക. അത് കല്യാണം കഴിച്ച സ്ത്രീകളാണ് അങ്ങനെ ചെയ്യേണ്ടത്. കല്യാണം കഴിക്കാത്ത സ്ത്രീയോ പുരുഷനോ ആണെങ്കിൽ ഇവിടെ നെറ്റിൽ ഇങ്ങനെ തൊട്ടാൽ മതി. ഇനിയും കല്യാണം കഴിച്ച പുരുഷനാണേലും നെറ്റിൽ ഇങ്ങനെ
ഇങ്ങനെ ഒരു വട്ടപ്പൊട്ട് പോലെ തോന്നണം. പ്രത്യേക ശക്തിയാണ് അതിന്. കല്യാണം കഴിച്ച സ്ത്രീകൾ മാത്രം ഇങ്ങനെ അറിയാമല്ലോ, നെറ്റി തൊട്ടാൽ മതി. ബാക്കി കല്യാണം കഴിച്ച പുരുഷനാണേലും കല്യാണം കഴിക്കാത്ത പുരുഷനാണേലും കല്യാണം കഴിക്കാത്ത സ്ത്രീ ആണേലും ഇവിടെ ഒരു വട്ടപ്പൊട്ട് പോലെ ഇങ്ങനെ തൊടുക, വെള്ളം ചാലിച്ച് ഇങ്ങനെ ഇച്ചിരി കഴിയുമ്പോൾ തൂത്ത് കളയാം. ഈ കുങ്കുമം ഈ മന്ത്രം ജപിച്ച് തൊടുന്നതിന് പ്രത്യേക ശക്തിയുണ്ട്. പിന്നെ ദേവിയുടെ മുന്നിൽ കർപ്പൂരം ഈ മന്ത്രം ജപിച്ച് കാണിക്കുന്നതിനും പ്രത്യേക ശക്തിയുണ്ട്. രാവിലെയും വൈകിട്ടും ചെയ്യുക. ഇനി ശുദ്ധി അശുദ്ധി ഒന്നുമില്ല. കല്യാണം കഴിക്കാത്തവരാണേലും കല്യാണം കഴിച്ചവരാണേലും കുടുംബജീവിതം നന്നായിട്ട് മുന്നോട്ട് പോകും. അത് എല്ലാവരും അങ്ങനെ പോകുമ്പോൾ നമുക്കും അത് വലിയ സന്തോഷമാണ്. അത് എനിക്ക് പറഞ്ഞുതരാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ്. എത്രയോ കുടുംബങ്ങൾ രക്ഷപ്പെടും. അതിനുവേണ്ടിയാണ് പറഞ്ഞു തന്നെ. ഇനി ഇത് 27 നക്ഷത്രക്കാർക്കും ചെയ്യാം, എല്ലാ നക്ഷത്രക്കാർക്കും ചെയ്യാം കേട്ടോ. പിന്നെ ചില വീടുകളിൽ ഇപ്പം ഭർത്താവ് ഭയങ്കര മദ്യപാനമായിരിക്കും, ബഹളമായിരിക്കും, പ്രശ്നമായിരിക്കും. ചില വീടുകളിൽ മക്കൾ വലിയ പ്രശ്നമായിരിക്കും, വഴക്കാളികളായിരിക്കും. ചില വീടുകളിൽ അമ്മമാർ വലിയ വഴക്കാളികളായിരിക്കും. എല്ലാം ഫലത്തിൽ ഒരുപോലെ തന്നെ. വീട്ടിൽ സമാധാനം കാണത്തില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ വീട്ടിൽ മഹാവിഷ്ണുവിൻ്റെയോ കൃഷ്ണൻ്റെ ഒരു ഫോട്ടോ വയ്ക്കുക. അതിന് മുന്നിൽ രാവിലെ ഒരു തട്ടത്തിൽ ഒന്നുകിൽ പച്ച കർപ്പൂരം അല്ല സാധാ കർപ്പൂരം, ഏതാണെങ്കിലും കുഴപ്പമില്ല, കത്തിച്ചിട്ട് അതിങ്ങനെ തട്ടത്തിൽ കാണിച്ച് നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, നമസ്തേ നമസ്തേ ഗദാചക്രപാണേ, നമസ്തേ നമസ്തേ പ്രപന്നാർത്ഥഹാരി, സമസ്താപരാധം ക്ഷമസ്വ അഖിലേശ. ഈ മന്ത്രം ഒരു തവണയോ 3 തവണ, ഒരു തവണ ജപിച്ചാലും മതി. ജപിച്ചിട്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ മക്കള് നല്ലതാകാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ അത് നല്ലതായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, നല്ലതായതായിട്ട് തന്നെ ചിന്തിച്ച് ആ സന്തോഷം അപ്പോഴനുഭവിക്കുക. ഈ മന്ത്രത്തിന് അങ്ങനെ ചില രഹസ്യവിദ്യയുണ്ട്. പിന്നെ ഒരു ഭർത്താവ് മദ്യപാനം മാറി നന്നായി കാണാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, അപ്പൊ ഈ മദ്യപാനം മാറി നന്നായി കഴിയുമ്പോൾ അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം അത് അപ്പോഴനുഭവിക്കുക, അത് നടന്നതായിട്ട് തന്നെ ചിന്തിക്കുക. മന്ത്രം ജപിച്ചു കഴിഞ്ഞ മനസ്സിൽ അച്ചട്ടായിട്ടും അത് ശരിയായിട്ട് വരും. രാവിലെയും വൈകിട്ടും ചെയ്യുക. ഇത് സത്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് നിങ്ങൾ ചെയ്യുക. അപ്പം ഞാൻ ഈ പറഞ്ഞ വരാഹി ദേവിയുടെ മന്ത്രവും ലളിതേ സുഭഗേ എന്നുള്ള മന്ത്രവും പിന്നെ നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, ഈ 3 മന്ത്രങ്ങളും ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടാം. എഴുതിയിടുന്നതന്നെ നല്ലൊരു പണിയാണ്. പക്ഷെ എങ്കിലും അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ഉണ്ടാകുമ്പം നമ്മൾ ആ മെനക്കെട്ടാൽ എനിക്കതുകൊണ്ട് സന്തോഷമേ ഉള്ളൂ. ആളുകൾക്ക് ഗുണം ഉണ്ടാകുമ്പം വീഡിയോ ഇട്ട് കഴിയുമ്പം ചിലപ്പോൾ ആദ്യത്തെ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ അരമണിക്കൂറോ ചിലപ്പം വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഈ മന്ത്രം കണ്ടെന്ന് വരത്തില്ല. കാരണം അത് കഴിഞ്ഞായിരിക്കും ഞാൻ എഴുതിയിടുന്നത്. നിങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും കയറി നോക്കിയാൽ മതി. ഞാൻ ഇത് എഴുതി ഇട്ടിരിക്കും എന്തായാലും കേട്ടോ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ചിലപ്പോൾ 10 മിനിറ്റിനുള്ളിൽ ഞാൻ എഴുതിയിടും. നിങ്ങളെ വീഡിയോ കണ്ടു തീരുന്നതിന് മുമ്പ് മന്ത്രം വരും കേട്ടോ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ഓം നർപ്പവേ നർപ്പവേ നർപ്പവേ. ഓം ശരവണ ഭവ.